ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. സംസ്കാരങ്ങൾ, പാരമ്പര്യങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമായ ഒരു അവിശ്വസനീയമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഈസ് ആൻ ഇൻക്രെഡിബിൾ കൺട്രി വിത്ത് എ റിച്ച് ടെപ്പസ്ട്രി ഓഫ് കൾച്ചേഴ്സ്, ട്രഡീഷൻസ് ആൻഡ് ലാൻഡ്സ്കേപ്സ്. സംസ്കാരങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കൾച്ചേഴ്സ്. പാരമ്പര്യങ്ങൾ, ട്രഡീഷൻസ്, പ്രകൃതി ദൃശ്യങ്ങൾ, ലാൻഡ്സ്കേപ്സ് എന്നിവ കൊണ്ട് ടെപ്പസ്ട്രി, അതായത് പല ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ച എന്തെങ്കിലും, അതാണ് ടെപ്പസ്ട്രി. സമ്പന്നമായ, റിച്ച്. രാജ്യം, കൺട്രി. അവിശ്വസനീയമായ, ഇൻക്രെഡിബിൾ. ഇന്ത്യ ഈസ് ആൻ ഇൻക്രെഡിബിൾ കൺട്രി വിത്ത് എ റിച്ച് ടെപ്പസ്ട്രി ഓഫ് കൾച്ചേഴ്സ്, ട്രഡീഷൻസ് ആൻഡ് ലാൻഡ്സ്കേപ്സ്. സംസ്കാരങ്ങൾ, പാരമ്പര്യങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമായ ഒരു അവിശ്വസനീയമായ രാജ്യമാണ് ഇന്ത്യ. അവർ ഒരു കാലത്ത് കമ്പനിയുടെ വിശ്വസ്തരും രഹസ്യ സൂക്ഷിപ്പുകാരുമായിരുന്നു. ദേ വെർ വൺസ് ലോയൽ ആൻഡ് സീക്രട്ട് കീപ്പേഴ്സ് ഓഫ് ദ കമ്പനി. അവർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദേ. ഒരു കാലത്ത്, വൺസ്. വിശ്വസ്തൻ, ലോയൽ. രഹസ്യ സൂക്ഷിപ്പുകാരൻ, സീക്രട്ട് കീപ്പർ. ദേ വെർ വൺസ് ലോയൽ ആൻഡ് സീക്രട്ട് കീപ്പേഴ്സ് ഓഫ് ദ കമ്പനി. അവർ ഒരു കാലത്ത് കമ്പനിയുടെ വിശ്വസ്തരും രഹസ്യ സൂക്ഷിപ്പുകാരുമായിരുന്നു. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനും പേപ്പർ ടിക്കറ്റുകളുടെ ഉപയോഗം കുറയ്ക്കാനും അവർ ആഗ്രഹിക്കുന്നു. ദേ വാണ്ട് ടു പ്രൊമോട്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആൻഡ് റെഡ്യൂസ് ദ യൂസ് ഓഫ് പേപ്പർ ടിക്കറ്റ്സ്. പണമിടപാടുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പേയ്മെൻറ്റ്സ്. പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട്. ഉപയോഗം, യൂസ്. കുറയ്ക്കുക, റെഡ്യൂസ്. ആഗ്രഹിക്കുക, വാണ്ട്. ദേ വാണ്ട് ടു പ്രൊമോട്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആൻഡ് റെഡ്യൂസ് ദ യൂസ് ഓഫ് പേപ്പർ ടിക്കറ്റ്സ്. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനും പേപ്പർ ടിക്കറ്റുകളുടെ ഉപയോഗം കുറയ്ക്കാനും അവർ ആഗ്രഹിക്കുന്നു. സിനിമയ്ക്ക് വരുന്ന ആകർഷകമായ അവലോകനങ്ങൾ നടനെയും അതിൻ്റെ ഉള്ളടക്കത്തെയും പ്രശംസിക്കുന്നു. റിവറ്റിംഗ് റിവ്യൂസ് കമ്മിങ് ഫോർ ദ മൂവി പ്രൈസ് ബോത്ത് ദ ആക്ടർ ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്. ആകർഷകമായ അല്ലെങ്കിൽ വളരെ രസകരമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിവറ്റിംഗ്. അവലോകനങ്ങൾ, റിവ്യൂസ്. നടൻ, ആക്ടർ. ഉള്ളടക്കം, കണ്ടന്റ്. പ്രശംസിക്കുക, പ്രൈസ്. റിവറ്റിംഗ് റിവ്യൂസ് കമ്മിങ് ഫോർ ദ മൂവി പ്രൈസ് ബോത്ത് ദ ആക്ടർ ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്. സിനിമയ്ക്ക് വരുന്ന ആകർഷകമായ അവലോകനങ്ങൾ നടനെയും അതിൻ്റെ ഉള്ളടക്കത്തെയും പ്രശംസിക്കുന്നു. വാർത്തയിൽ അദ്ദേഹം അതിയായി സന്തോഷിച്ചു. ഹി വാസ് ഇലേറ്റഡ് വിത്ത് ദ ന്യൂസ്. വാർത്ത എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂസ്. അതിയായി സന്തോഷിക്കുക, ഇലേറ്റ്. ഹി വാസ് ഇലേറ്റഡ് വിത്ത് ദ ന്യൂസ്. വാർത്തയിൽ അദ്ദേഹം അതിയായി സന്തോഷിച്ചു. പച്ചക്കറികളുടെ വില കുതിച്ചുയരുന്നു. ദ പ്രൈസസ് ഓഫ് വെജിറ്റബിൾസ് ആർ സ്കൈ റോക്കറ്റിംഗ്. പച്ചക്കറികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെജിറ്റബിൾസ്. വില, പ്രൈസ്. കുതിച്ചുയരുക, സ്കൈ റോക്കറ്റിംഗ്. ദ പ്രൈസസ് ഓഫ് വെജിറ്റബിൾസ് ആർ സ്കൈ റോക്കറ്റിംഗ്. പച്ചക്കറികളുടെ വില കുതിച്ചുയരുന്നു. ഡൽഹിയിലെ തിരക്കേറിയ തെരുവുകളും കേരളത്തിലെ ശാന്തമായ കായലുകളും ഞങ്ങൾ ആസ്വദിച്ചു. വി എൻജോയ്ഡ് ദ ബസ്ലിംഗ് സ്ട്രീറ്റ്സ് ഓഫ് ഡൽഹി ആൻഡ് ദ സെറീൻ ബാക്ക്വാട്ടേഴ്സ് ഓഫ് കേരള. തിരക്കേറിയ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബസ്ലിംഗ്. തെരുവുകൾ, സ്ട്രീറ്റ്സ്. ശാന്തമായ, സെറീൻ. കായലുകൾ, ബാക്ക്വാട്ടേഴ്സ്. വി എൻജോയ്ഡ് ദ ബസ്ലിംഗ് സ്ട്രീറ്റ്സ് ഓഫ് ഡൽഹി ആൻഡ് ദ സെറീൻ ബാക്ക്വാട്ടേഴ്സ് ഓഫ് കേരള. ഡൽഹിയിലെ തിരക്കേറിയ തെരുവുകളും കേരളത്തിലെ ശാന്തമായ കായലുകളും ഞങ്ങൾ ആസ്വദിച്ചു. അദ്ദേഹത്തിന് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. ഹി റിക്വയർസ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ. അടിയന്തര അല്ലെങ്കിൽ പെട്ടെന്ന് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇമ്മീഡിയറ്റ്. വൈദ്യസഹായം, മെഡിക്കൽ അറ്റൻഷൻ. ആവശ്യമാണ്, റിക്വയർ. ഹി റിക്വയർസ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ. അദ്ദേഹത്തിന് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. സിനിമയുടെ വൻ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചു. ഹി റിസീവ്ഡ് എ ലോട്ട് ഓഫ് അവാർഡ്സ് ആഫ്റ്റർ ദ ഹ്യൂജ് സക്സസ് ഓഫ് ദ മൂവി. വൻ വിജയം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹ്യൂജ് സക്സസ്. ശേഷം, ആഫ്റ്റർ. ഒരുപാട്, എ ലോട്ട് ഓഫ്. ലഭിക്കുക, റിസീവ്. ഹി റിസീവ്ഡ് എ ലോട്ട് ഓഫ് അവാർഡ്സ് ആഫ്റ്റർ ദ ഹ്യൂജ് സക്സസ് ഓഫ് ദ മൂവി. സിനിമയുടെ വൻ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചു. കേസിലെ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി. ദ പോലീസ് ഹാവ് അപ്രിഹെൻഡഡ് ദ കീ സസ്പെക്ട് ഇൻ ദ കേസ്. മുഖ്യപ്രതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കീ സസ്പെക്റ്റ്.
പിടികൂടുക, അപ്രിഹെൻഡ്. ദ പോലീസ് ഹാവ് അപ്രിഹെൻഡഡ് ദ കീ സസ്പെക്ട് ഇൻ ദ കേസ്. കേസിലെ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി. കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന് സംഭാവന നൽകുന്ന നിരവധി വിദ്യാഭ്യാസപരവും സാമൂഹികവും വൈകാരികവുമായ നേട്ടങ്ങൾ യാത്രകൾ വാഗ്ദാനം ചെയ്യുന്നു. ട്രാവലിംഗ് ഓഫേഴ്സ് ന്യൂമറസ് എഡ്യൂക്കേഷണൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ചിൽഡ്രൻസ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. കുട്ടികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ചിൽഡ്രൻ. സമഗ്രമായ, ഹോളിസ്റ്റിക്. വികസനം, ഡെവലപ്മെൻറ്റ്. സംഭാവന നൽകുക, കോൺട്രിബ്യൂട്ട്. നിരവധി, ന്യൂമറസ്. വിദ്യാഭ്യാസപരമായ, എഡ്യൂക്കേഷണൽ. സാമൂഹികമായ, സോഷ്യൽ. വൈകാരികമായ, ഇമോഷണൽ. നേട്ടങ്ങൾ, ബെനിഫിറ്റ്സ്. യാത്ര ചെയ്യുക, ട്രാവൽ. വാഗ്ദാനം ചെയ്യുക, ഓഫർ. ട്രാവലിംഗ് ഓഫേഴ്സ് ന്യൂമറസ് എഡ്യൂക്കേഷണൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ചിൽഡ്രൻസ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന് സംഭാവന നൽകുന്ന നിരവധി വിദ്യാഭ്യാസപരവും സാമൂഹികവും വൈകാരികവുമായ നേട്ടങ്ങൾ യാത്രകൾ വാഗ്ദാനം ചെയ്യുന്നു. ഭാരമുയർത്തുക, ദീർഘനേരം നിൽക്കുക തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ രോഗികൾ ഒഴിവാക്കണം. പേഷ്യൻസ് ഷുഡ് അവോയ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ് ആൻഡ് സ്റ്റാൻഡിംഗ് ഫോർ എ ലെങ്തി പീരീഡ് ഓഫ് ടൈം. ഭാരം ഉയർത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. ഉയർത്തുക, ലിഫ്റ്റ്. ഭാരം, വെയ്റ്റ്. ദീർഘനേരം, ലെങ്തി പീരീഡ് ഓഫ് ടൈം. നിൽക്കുക, സ്റ്റാൻഡ്. ദീർഘനേരം നിൽക്കുക, സ്റ്റാൻഡിംഗ് ഫോർ എ ലെങ്തി പീരീഡ് ഓഫ് ടൈം. തുടങ്ങിയ, സച്ചാസ്. ശാരീരിക പ്രവർത്തനങ്ങൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസ്. രോഗികൾ, പേഷ്യൻസ്. ഒഴിവാക്കുക, അവോയ്ഡ്. പേഷ്യൻസ് ഷുഡ് അവോയ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ് ആൻഡ് സ്റ്റാൻഡിംഗ് ഫോർ എ ലെങ്തി പീരീഡ് ഓഫ് ടൈം. ഭാരമുയർത്തുക, ദീർഘനേരം നിൽക്കുക തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ രോഗികൾ ഒഴിവാക്കണം. യാത്രക്കാർക്ക് വാട്സപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അനുവദിക്കുന്ന പുതിയ സൗകര്യം അവർ ആരംഭിച്ചു. They launched a new facility allowing passengers to book their tickets via WhatsApp. യാത്രക്കാർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പാസഞ്ചേഴ്സ്. അനുവദിക്കുക, അലൗ. പുതിയ സൗകര്യം, ന്യൂ ഫെസിലിറ്റി. തുടങ്ങുക അല്ലെങ്കിൽ ആരംഭിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലോഞ്ച്. അവർ, they launched a new facility allowing passengers to book their tickets via WhatsApp. യാത്രക്കാർക്ക് വാട്സപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അനുവദിക്കുന്ന പുതിയ സൗകര്യം അവർ ആരംഭിച്ചു. സൂപ്പർ മാർക്കറ്റുകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് നിലവിലുള്ള ധനസഹായം നിർത്തലാക്കും. The ongoing subsidies for everyday commodities in supermarkets will be scrapped. നിത്യോപയോഗ സാധനങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറിഡേ കമ്മോഡിറ്റീസ്. നിലവിലുള്ള ധനസഹായം, ഓൺഗോയിങ് സബ്സിഡീസ്. നിർത്തലാക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്ക്രാപ്പ്. The ongoing subsidies for everyday commodities in supermarkets will be scrapped. സൂപ്പർ മാർക്കറ്റുകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് നിലവിലുള്ള ധനസഹായം നിർത്തലാക്കും. ജഡ്ജിയായി ആൾമാറാട്ടം നടത്തുകയും പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കുകയും ചെയ്തതിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. A man was arrested for impersonating a judge and duping police officials. ആൾമാറാട്ടം നടത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇംപേഴ്സണേറ്റ്. പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് ഒഫീഷ്യൽസ്. കബളിപ്പിക്കുക അല്ലെങ്കിൽ പറ്റിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂപ്പ്. A man was arrested for impersonating a judge and duping police officials. ജഡ്ജിയായി ആൾമാറാട്ടം നടത്തുകയും പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കുകയും ചെയ്തതിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഗ്രയിലെ താജ്മഹൽ, ജയ്പൂരിലെ ആകർഷകമായ മാർക്കറ്റുകൾ, ഗോവയിലെ ബീച്ചുകൾ, അതിഗംഭീരമായ ഹിമാലയം, വാരാണസിയുടെ ആത്മീയത എന്നിവ ഞങ്ങൾ ആസ്വദിച്ചു. We enjoyed the Taj Mahal in Agra, the vibrant markets of Jaipur, the beaches of Goa, the majestic Himalayas and the spirituality of Varanasi. ആകർഷകമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വൈബ്രന്റ്. അതിഗംഭീരമായ അല്ലെങ്കിൽ ഉജ്ജ്വലമായ അല്ലെങ്കിൽ രാജപ്രൗഢിയുള്ള എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മജസ്റ്റിക്. ആത്മീയത, സ്പിരിച്വാലിറ്റി. ആസ്വദിക്കുക, എൻജോയ്. ആസ്വദിച്ചു, എൻജോയ്ഡ്. We enjoyed the Taj Mahal in Agra, the vibrant markets of Jaipur, the beaches of Goa, the majestic Himalayas and the spirituality of Varanasi. ആഗ്രയിലെ താജ്മഹൽ, ജയ്പൂരിലെ ആകർഷകമായ മാർക്കറ്റുകൾ,
ഗോവയിലെ ബീച്ചുകൾ, അതിഗംഭീരമായ ഹിമാലയം, വാരാണസിയുടെ ആത്മീയത എന്നിവ ഞങ്ങൾ ആസ്വദിച്ചു. മാർക്കറ്റ് പ്രവണത അനുസരിച്ച് ഓരോ 3 മാസത്തിലും വില പരിഷ്കരണം അദ്ദേഹം ശുപാർശ ചെയ്തു. ഹി റെക്കമെൻഡഡ് പ്രൈസ് റിവിഷൻസ് എവറി 3 months ആസ് പെർ മാർക്കറ്റ് ട്രെൻഡ്സ്. പ്രവണത എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രെൻഡ്. മാർക്കറ്റ് പ്രവണത, മാർക്കറ്റ് ട്രെൻഡ്സ്. അനുസരിച്ച്, ആസ് പെർ. ഓരോ 3 മാസത്തിലും, എവറി 3 months. വില പരിഷ്കരണം, പ്രൈസ് റിവിഷൻസ്. ശുപാർശ ചെയ്യുക, റെക്കമെൻഡ്. ശുപാർശ ചെയ്തു, റെക്കമെൻഡഡ്. ഹി റെക്കമെൻഡഡ് പ്രൈസ് റിവിഷൻസ് എവറി 3 months ആസ് പെർ മാർക്കറ്റ് ട്രെൻഡ്സ്. മാർക്കറ്റ് പ്രവണത അനുസരിച്ച് ഓരോ 3 മാസത്തിലും വില പരിഷ്കരണം അദ്ദേഹം ശുപാർശ ചെയ്തു. യാത്രകൾ കുട്ടികൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതും സ്വഭാവമാറ്റം വരുത്തുന്നതുമായ അനുഭവമായിരിക്കും. ട്രാവലിംഗ് ക്യാൻ ബി ആൻ എൻറിച്ചിങ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ഫോർ ചിൽഡ്രൻ. യാത്രകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാവലിംഗ്. കുട്ടികൾ, ചിൽഡ്രൻ. അറിവ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ജ്ഞാനം സമ്പാദിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എൻറിച്ച്. സ്വഭാവമാറ്റം വരുത്തുന്നതുമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാൻസ്ഫോർമേറ്റീവ്. അനുഭവം, എക്സ്പീരിയൻസ്. ട്രാവലിംഗ് ക്യാൻ ബി ആൻ എൻറിച്ചിങ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ഫോർ ചിൽഡ്രൻ. യാത്രകൾ കുട്ടികൾക്ക് അറിവ് വർദ്ധിപ്പിക്കുന്നതും സ്വഭാവമാറ്റം വരുത്തുന്നതുമായ അനുഭവമായിരിക്കും. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. ദ മോട്ടീവ് ബിഹൈൻഡ് ദ അറ്റാക്ക് ഈസ് യെറ്റ് ടു ബി നോൺ. ആക്രമണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അറ്റാക്ക്. കാരണം, മോട്ടീവ്. ഇതുവരെ അറിവായിട്ടില്ല, യെറ്റ് ടു ബി നോൺ. ദ മോട്ടീവ് ബിഹൈൻഡ് ദ അറ്റാക്ക് ഈസ് യെറ്റ് ടു ബി നോൺ. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. കഴിവും പ്രാഗൽഭ്യവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് യുവജനോത്സവം. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡിസ്പ്ലേ സ്കിൽസ് ആൻഡ് ടാലൻറ്റ്. കഴിവ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്കിൽ. പ്രാഗൽഭ്യം, ടാലൻറ്റ്. പ്രകടിപ്പിക്കുക, ഡിസ്പ്ലേ. അവസരം, ഓപ്പർച്യൂണിറ്റി. യുവജനോത്സവം, യൂത്ത് ഫെസ്റ്റിവൽ. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡിസ്പ്ലേ സ്കിൽസ് ആൻഡ് ടാലൻറ്റ്. കഴിവും പ്രാഗൽഭ്യവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് യുവജനോത്സവം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണത്തിൻ്റെ കൃത്യമായ കാരണം വ്യക്തമാകൂ. ദി എക്സാക്ട് കോസ് ഓഫ് ഹിസ് ഡെത്ത് വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ എ പോസ്റ്റ്മോർട്ടം ഈസ് കണ്ടക്റ്റഡ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്, ആഫ്റ്റർ എ പോസ്റ്റ്മോർട്ടം ഈസ് കണ്ടക്റ്റഡ്. മരണം, ഡെത്ത്. വ്യക്തമായ കാരണം, എക്സാക്ട് കോസ്. വ്യക്തമാകുക, എസ്റ്റാബ്ലിഷ്. ദി എക്സാക്ട് കോസ് ഓഫ് ഹിസ് ഡെത്ത് വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ എ പോസ്റ്റ്മോർട്ടം ഈസ് കണ്ടക്റ്റഡ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണത്തിൻ്റെ കൃത്യമായ കാരണം വ്യക്തമാകൂ. പുതിയ സ്ഥലങ്ങളിൽ പോകുവാനും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് വാർഷിക അവധികൾ. ആനുവൽ വെക്കേഷൻസ് ആർ ദ ഐഡിയൽ ടൈം ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ആൻഡ് ക്രിയേറ്റ് മെമ്മറീസ് ടു ലാസ്റ്റ് എ ലൈഫ് ടൈം. പുതിയ സ്ഥലങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂ പ്ലേസസ്. ഒരു സ്ഥലത്തിനെക്കുറിച്ച്, പ്രത്യേകിച്ച് അപരിചിതമായ ഒരു സ്ഥലത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവിടേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. ജീവിതകാലം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലൈഫ് ടൈം. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന, ടു ലാസ്റ്റ് എ ലൈഫ് ടൈം. ഓർമ്മകൾ, മെമ്മറീസ്. സൃഷ്ടിക്കുക, ക്രിയേറ്റ്. അനുയോജ്യമായ സമയം, ഐഡിയൽ ടൈം. വാർഷിക അവധികൾ, ആനുവൽ വെക്കേഷൻസ്. ആനുവൽ വെക്കേഷൻസ് ആർ ആൻ ഐഡിയൽ ടൈം ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് ആൻഡ് ക്രിയേറ്റ് മെമ്മറീസ് ടു ലാസ്റ്റ് എ ലൈഫ് ടൈം. പുതിയ സ്ഥലങ്ങളിൽ പോകുവാനും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് വാർഷിക അവധികൾ. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതായി പാർട്ടി നേതാവ് അറിയിച്ചു. ദ പാർട്ടി ലീഡർ അനൗൺസ് ഹിസ് റെസിഗ്നേഷൻ ഫ്രം ദ പാർട്ടീസ് പ്രൈമറി മെമ്പർഷിപ്പ്. പ്രാഥമിക അംഗത്വം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രൈമറി മെമ്പർഷിപ്പ്. രാജിവെക്കുക, റിസൈൻ. അറിയിക്കുക, അനൗൺസ്. ദ പാർട്ടി ലീഡർ അനൗൺസ്ഡ് ഹിസ് റെസിഗ്നേഷൻ ഫ്രം ദ പാർട്ടീസ് പ്രൈമറി മെമ്പർഷിപ്പ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതായി പാർട്ടി നേതാവ് അറിയിച്ചു. കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ അവർ അധിക പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. They will shortly introduce additional activities to entice more passengers. കൂടുതൽ യാത്രക്കാർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മോർ പാസഞ്ചേഴ്സ്. യാത്രക്കാർ, പാസഞ്ചേഴ്സ്. ആകർഷിക്കുക, എൻറ്റൈസ്. അധിക പ്രവർത്തനങ്ങൾ,
അഡീഷണൽ ആക്ടിവിറ്റീസ്. അവതരിപ്പിക്കുക, ഇൻട്രൊഡ്യൂസ്. ഉടൻ, ഷോർട്ട്ലി. They will shortly introduce additional activities to entice more passengers. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. The event witnessed celebrities from different walks of life. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള from different walks of life. പ്രമുഖർ, സെലിബ്രിറ്റീസ്. ചടങ്ങ്, ഇവൻറ്റ്. സാക്ഷ്യം വഹിക്കുക, വിറ്റ്നസ്. സാക്ഷ്യം വഹിച്ചു, വിറ്റ്നസ്ഡ്. The event witnessed celebrities from different walks of life. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു അധ്യായത്തിന് ഇന്ന് സമാപനമായി. Today marks the conclusion of a significant chapter in his acting career. അഭിനയ ജീവിതം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആക്ടിംഗ് കരിയർ. സുപ്രധാനമായ, സിഗ്നിഫിക്കൻറ്റ്. അധ്യായം, ചാപ്റ്റർ. സമാപനം, കൺക്ലൂഷൻ. ടുഡേ മാർക്സ് ദ കൺക്ലൂഷൻ ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് ചാപ്റ്റർ ഇൻ ഹിസ് ആക്ടിംഗ് കരിയർ. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു അധ്യായത്തിന് ഇന്ന് സമാപനമായി. അവർ പ്രശസ്ത പിന്നണി ഗായികയാണ്. ഷീ ഈസ് ആൻ അക്ലെയിംഡ് പ്ലേബാക്ക് സിംഗർ. പിന്നണി ഗായിക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലേബാക്ക് സിംഗർ. പ്രശസ്തമായ, അക്ലെയിംഡ്. ഷീ ഈസ് ആൻ അക്ലെയിംഡ് പ്ലേബാക്ക് സിംഗർ. അവർ പ്രശസ്ത പിന്നണി ഗായികയാണ്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ദി അക്യൂസ്ഡ് വാസ് അപ്രിഹെൻഡഡ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സൈബർ സെൽ. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സൈബർ സെൽ. അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ. പിടിയിലാകുക, അപ്രിഹെൻഡ്. കുറ്റാരോപിതൻ അല്ലെങ്കിൽ പ്രതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അക്യൂസ്ഡ്. ദി അക്യൂസ്ഡ് വാസ് അപ്രിഹെൻഡഡ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സൈബർ സെൽ. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. യുവജനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹൃദപരവും സമാധാനപരവുമായ രീതിയിൽ കലയുടെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് മെന്റ് ടു എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ആർട്ട് ആൻഡ് ലവ് അമിക്കബിളി. യുവജനോത്സവം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂത്ത് ഫെസ്റ്റിവൽ. ഉദ്ദേശിക്കുക, മീൻ. സൗഹൃദവും സമാധാനപരമായ രീതിയിൽ, അമിക്കബിളി. കല എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ആർട്ട്. സ്നേഹം, ലവ്. കലയുടെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റം, എക്സ്ചേഞ്ച് ഓഫ് ആർട്ട് ആൻഡ് ലവ്. കൈമാറ്റം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എക്സ്ചേഞ്ച്. പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ്. പ്രചോദിപ്പിക്കുക, മോട്ടിവേറ്റ്. യൂത്ത് ഫെസ്റ്റിവൽ ഈസ് മെന്റ് ടു എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ആർട്ട് ആൻഡ് ലവ് അമിക്കബിളി. യുവജനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹൃദപരവും സമാധാനപരവുമായ രീതിയിൽ കലയുടെയും സ്നേഹത്തിൻ്റെയും കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. നടൻ്റെ വിയോഗത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. പ്രോമിനന്റ് പേഴ്സണാലിറ്റീസ് ഫ്രം വേരിയസ് ഫീൽഡ്സ് ഹാവ് കണ്ടോൾഡ് ദ ആക്ടേഴ്സ് ഡിമൈസ്. നടൻ്റെ വിയോഗം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആക്ടേഴ്സ് ഡിമൈസ്. വിവിധ മേഖലകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വേരിയസ് ഫീൽഡ്സ്. പ്രമുഖർ, പ്രോമിനന്റ് പേഴ്സണാലിറ്റീസ്. അനുശോചനം രേഖപ്പെടുത്തുക, കണ്ടോൾ. പ്രോമിനന്റ് പേഴ്സണാലിറ്റീസ് ഫ്രം വേരിയസ് ഫീൽഡ്സ് ഹാവ് കണ്ടോൾഡ് ദ ആക്ടേഴ്സ് ഡിമൈസ്. നടൻ്റെ വിയോഗത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കഥ അന്വേഷകരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും കാഴ്ചക്കാർക്ക് ഒരു പുതിയ അനുഭവവും നൽകുന്നു. ദ സ്റ്റോറി ഡെൽസ് ഇൻ ടു ദ ലൈഫ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആൻഡ് ഓഫറിംഗ് എ നോവൽ എക്സ്പീരിയൻസ് ഫോർ വ്യൂവേഴ്സ്. കഥ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോറി. അന്വേഷകർ, ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. ജീവിതങ്ങൾ, ലൈഫ്സ്. കടന്നു ചെല്ലുക, ഡെൽവ്. കാഴ്ചക്കാർ, വ്യൂവേഴ്സ്. ഒരു പുതിയ അനുഭവം, എ നോവൽ എക്സ്പീരിയൻസ്. നൽകുക, ഓഫർ. ദ സ്റ്റോറി ഡെൽവ്സ് ഇൻ ടു ദ ലൈഫ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആൻഡ് ഓഫറിംഗ് എ നോവൽ എക്സ്പീരിയൻസ് ഫോർ വ്യൂവേഴ്സ്. കഥ അന്വേഷകരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും കാഴ്ചക്കാർക്ക് ഒരു പുതിയ അനുഭവം നൽകുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടു. ഹിസ് വർക്ക് വാസ് അഡ്മയർഡ് നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ ബട്ട് അക്രോസ് ദ ഗ്ലോബ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹിസ് വർക്ക്. ലോകമെമ്പാടും, അക്രോസ് ദ ഗ്ലോബ്. പ്രശംസിക്കുക, അഡ്മയർ. ഹിസ് വർക്ക് വാസ് അഡ്മയർഡ് നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ ബട്ട് അക്രോസ് ദ ഗ്ലോബ്.
അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടു. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഹി വാസൻറ്റ് റെഡി ടു കംപ്ലൈ വിത്ത് എനി ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഹിസ് സുപ്പീരിയേഴ്സ്. മേലുദ്യോഗസ്ഥർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സുപ്പീരിയേഴ്സ്. നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ്. പാലിക്കുക, കംപ്ലൈ വിത്ത്. തയ്യാറായില്ല, നോട്ട് റെഡി. ഹി വാസൻറ്റ് റെഡി ടു കംപ്ലൈ വിത്ത് എനി ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഹിസ് സുപ്പീരിയേഴ്സ്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു അനുസ്മരണം ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. എ മെമ്മോറിയൽ പേയിങ് റെസ്പെക്ട് ടു ഹിസ് കോൺട്രിബ്യൂഷൻസ് ഈസ് ഓർഗനൈസ്ഡ് ഓൺ ദ ഓഫീസ് പ്രൊമൈസസ്. സംഭാവനകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കോൺട്രിബ്യൂഷൻസ്. ആദരാഞ്ജലികൾ അർപ്പിക്കുക, പേയിങ് റെസ്പെക്ട്. അനുസ്മരണം, മെമ്മോറിയൽ. ഓഫീസ് പരിസരങ്ങൾ, ഓഫീസ് പ്രൊമൈസസ്. സംഘടിപ്പിക്കുക, ഓർഗനൈസ്. എ മെമ്മോറിയൽ പേയിങ് റെസ്പെക്ട് ടു ഹിസ് കോൺട്രിബ്യൂഷൻസ് ഈസ് ഓർഗനൈസ്ഡ് ഓൺ ദ ഓഫീസ് പ്രൊമൈസസ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു അനുസ്മരണം ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും അവരുടെ വർഷങ്ങളായിട്ടുള്ള അചഞ്ചലമായ പിന്തുണയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. I am grateful to all my colleagues and friends for their unwavering support over the years. സഹപ്രവർത്തകർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കൊളീഗ്സ്. സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. വർഷങ്ങളായിട്ടുള്ള, ഓവർ ദ ഇയേഴ്സ്. അചഞ്ചലമായ, അൺവേവറിംഗ്. പിന്തുണ, സപ്പോർട്ട്. അചഞ്ചലമായ പിന്തുണ, അൺവേവറിംഗ് സപ്പോർട്ട്. ഞാൻ നന്ദിയുള്ളവനാണ്, I am grateful. I am grateful to all my colleagues and friends for their unwavering support over the years. എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും അവരുടെ വർഷങ്ങളായിട്ടുള്ള അചഞ്ചലമായ പിന്തുണയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. ഒരു പട്ടണത്തിൽ നടന്ന ചില സംഭവങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചു. He was assigned to investigate some incidents that occurred in a town. പട്ടണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടൗൺ. സംഭവങ്ങൾ, ഇൻസിഡൻസ്. ചില സംഭവങ്ങൾ, സം ഇൻസിഡൻസ്. അന്വേഷിക്കുക, ഇൻവെസ്റ്റിഗേറ്റ്. നിയോഗിക്കുക, അസൈൻ. നിയോഗിച്ചു, അസൈൻഡ്. നടന്ന, ഒക്കേർഡ്. ഹി വാസ് അസൈൻ ടു ഇൻവെസ്റ്റിഗേറ്റ് സം ഇൻസിഡൻസ് ദാറ്റ് ഒക്കേർഡ് ഇൻ എ ടൗൺ. ഒരു പട്ടണത്തിൽ നടന്ന ചില സംഭവങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചു. സംഭവത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തി. ഫോളോയിങ് ദ ഇൻസിഡൻറ്റ് ഹി വാസ് സസ്പെൻഡഡ് ഫ്രം സർവീസ്. സംഭവത്തെ തുടർന്ന് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫോളോയിങ് ദ ഇൻസിഡൻറ്റ്. സംഭവം, ഇൻസിഡൻറ്റ്. തുടർന്ന്, ഫോളോയിങ്. ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സസ്പെൻഡ്. ഫോളോയിങ് ദ ഇൻസിഡൻറ്റ് ഹി വാസ് സസ്പെൻഡഡ് ഫ്രം സർവീസ്. സംഭവത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തി. ജീവനക്കാർ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. The employees joined the celebrations and gave blessings to the newlywed couple. ജീവനക്കാർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എംപ്ലോയീസ്. ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ്. പങ്കെടുക്കുക, ജോയിൻ. പങ്കെടുത്തു, ജോയിൻഡ്. നവദമ്പതികൾ, ന്യൂലിവെഡ് കപ്പിൾ. ആശംസകൾ, ബ്ലെസ്സിങ്സ്. നേരുക അല്ലെങ്കിൽ കൊടുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗിവ്. The employees joined the celebrations and gave blessings to the newlywed couple. ജീവനക്കാർ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. ചോദ്യം ചെയ്യലിനിടയിലാണ് കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ ഇയാൾ വെളിപ്പെടുത്തിയത്. ഹി അൺട്രാവൽഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ മർഡർ ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ. ചോദ്യം ചെയ്യുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻട്രോഗേറ്റ്. ചോദ്യം ചെയ്യൽ, ഇൻട്രോഗേഷൻ. കൊലപാതകം, മർഡർ. വിശദാംശങ്ങൾ, ഡീറ്റെയിൽസ്. വെളിപ്പെടുത്തുക, അൺട്രാവൽ. ഹി അൺട്രാവൽഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ മർഡർ ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ. ചോദ്യം ചെയ്യലിനിടയിലാണ് കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ ഇയാൾ വെളിപ്പെടുത്തിയത്. ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം അഭിഭാഷകനായി. ഹി ക്വിറ്റ് ഹിസ് ജോബ് ആൻഡ് ടേൺഡ് ഇൻടു എ ലോയർ. ഉപേക്ഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്വിറ്റ്. ഉപേക്ഷിച്ചു, ക്വിറ്റ്. ജോലി, ജോബ്. അഭിഭാഷകൻ, ലോയർ. അഭിഭാഷകനായി, ടേൺ ഇൻടു എ ലോയർ. ഹി ക്വിറ്റ് ഹിസ് ജോബ് ആൻഡ് ടേൺ ഇൻടു എ ലോയർ. ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം അഭിഭാഷകനായി. യുവജനോത്സവങ്ങൾ മത്സര വൈദഗ്ധ്യത്തിൻ്റെയും മത്സരങ്ങളുടെയും പര്യായങ്ങളായി മാറിയിരിക്കുന്നു.
Youth festivals have become synonyms for the display of competing skills and competitions. യുവജനോത്സവങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് യൂത്ത് ഫെസ്റ്റിവൽസ്. മത്സര വൈദഗ്ധ്യം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോമ്പറ്റിംഗ് സ്കിൽസ്. മത്സരങ്ങൾ കോമ്പറ്റീഷൻസ്. പര്യായങ്ങൾ സിനിനിംസ്. മാറുക ബിക്കം. യൂത്ത് ഫെസ്റ്റിവൽസ് ഹാവ് ബിക്കം സിനിനിംസ് ഫോർ ദ ഡിസ്പ്ലേ ഓഫ് കോമ്പറ്റിംഗ് സ്കിൽസ് ആൻഡ് കോമ്പറ്റീഷൻസ്. യുവജനോത്സവങ്ങൾ മത്സര വൈദഗ്ധ്യത്തിൻ്റെയും മത്സരങ്ങളുടെയും പര്യായങ്ങളായി മാറിയിരിക്കുന്നു. ഉദ്യോഗജനകമായ ഒരു പോലീസ് കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചനയും നിഗൂഢതയും അനാവരണം ചെയ്യുന്നതാണ് കഥ. ദ സ്റ്റോറി അൺവെയിൽസ് ദ ഇൻട്രീഗ് ആൻഡ് മിസ്റ്ററി സറൗണ്ടിങ് എ സെൻസേഷണൽ പോലീസ് കേസ്. ഉദ്യോഗജനകമായ അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ അല്ലെങ്കിൽ ആശ്ചര്യകരമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെൻസേഷണൽ. ചുറ്റിപ്പറ്റിയുള്ള സറൗണ്ടിങ്. ഗൂഢാലോചന ഇൻട്രീഗ്. നിഗൂഢത മിസ്റ്ററി. അനാവരണം ചെയ്യുക അൺവെയിൽ. കഥ സ്റ്റോറി. ദ സ്റ്റോറി അൺവെയിൽസ് ദ ഇൻട്രീഗ് ആൻഡ് മിസ്റ്ററി സറൗണ്ടിങ് എ സെൻസേഷണൽ പോലീസ് കേസ്. ഉദ്യോഗജനകമായ ഒരു പോലീസ് കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചനയും നിഗൂഢതയും അനാവരണം ചെയ്യുന്നതാണ് കഥ. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുകയായിരുന്ന സ്ത്രീയെ അമിത വേഗതയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. എ വുമൺ വാസ് ഹിറ്റ് ബൈ എ സ്പീഡിംഗ് കാർ വൈൽ ഓൺ ഹെർ വേ ടു എ സൂപ്പർ മാർക്കറ്റ്. അമിത വേഗതയിൽ സ്പീഡിംഗ്. ഇടിക്കുക ഹിറ്റ്. എ വുമൺ വാസ് ഹിറ്റ് ബൈ എ സ്പീഡിംഗ് കാർ വൈൽ ഓൺ ഹെർ വേ ടു എ സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുകയായിരുന്ന സ്ത്രീയെ അമിത വേഗതയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. പരിശീലനത്തിനിടെ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. ദ അറ്റാക്ക് ഒക്കേർഡ് ഡ്യൂ ടു എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് ഡ്യൂറിംഗ് ട്രെയിനിങ്. പരിശീലനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്രെയിനിങ്. സംഘങ്ങൾ ഗ്രൂപ്പ്സ്. സംഘങ്ങൾ തമ്മിലുള്ള ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. സംഘർഷം കോൺഫ്ലിക്റ്റ്. കാരണം ഡ്യൂ ടു. ഉണ്ടാകുക ഒക്കർ. ആക്രമണം അറ്റാക്ക്. ദി അറ്റാക്ക് ഒക്കേർഡ് ഡ്യൂ ടു എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് ഡ്യൂറിംഗ് ട്രെയിനിങ്. പരിശീലനത്തിനിടെ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. വിവിധ പദ്ധതികൾ നടപ്പാക്കാനെന്ന വ്യാജേന കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 10 കോടി രൂപയാണ് ചെലവഴിച്ചത്. 10 crores have been spent over the last 2 decades under the pretext of implementing various projects. വിവിധ പദ്ധതികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വേരിയസ് പ്രോജക്ട്സ്. നടപ്പാക്കുക ഇംപ്ലിമെൻറ്റ്. വ്യാജേന പ്രീടെക്സ്റ്റ്. 2 പതിറ്റാണ്ട് 2 decades. ചെലവഴിക്കുക സ്പെൻറ്റ്. 10 crores have been spent over the last 2 decades under the pretext of implementing various projects. വിവിധ പദ്ധതികൾ നടപ്പാക്കാനെന്ന വ്യാജേന കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 10 കോടി രൂപയാണ് ചെലവഴിച്ചത്. അവരുടെ പ്രതിമകളും ഫോട്ടോഗ്രാഫുകളും സ്ഥാപിക്കാൻ ഒരു പ്രത്യേക മുറിയുണ്ടാകും. There will be a separate room where their statues and photographs will be installed. പ്രതിമകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റാച്യൂസ്. ഫോട്ടോഗ്രാഫുകൾ ഫോട്ടോഗ്രാഫ്സ്. സ്ഥാപിക്കുക ഇൻസ്റ്റോൾ. ഒരു പ്രത്യേക മുറി എ സെപ്പറേറ്റ് റൂം. ദർ വിൽ ബി എ സെപ്പറേറ്റ് റൂം വെയർ ദെയർ സ്റ്റാച്യൂസ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് വിൽ ബി ഇൻസ്റ്റോൾഡ്. അവരുടെ പ്രതിമകളും ഫോട്ടോഗ്രാഫുകളും സ്ഥാപിക്കാൻ ഒരു പ്രത്യേക മുറിയുണ്ടാകും. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് പിക്ഡ് അപ്പ് എ മാൻ ഹു വാസ് ഫൗണ്ട് അണ്ടർ സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസസ്. സംശയാസ്പദമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സസ്പീഷ്യസ്. സാഹചര്യങ്ങൾ സർക്കംസ്റ്റാൻസസ്. കണ്ടെത്തുക ഫൈൻഡ്. കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ എടുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പിക്കപ്പ്. പോലീസ് പിക്ഡ് അപ്പ് എ മാൻ ഹു വാസ് ഫൗണ്ട് അണ്ടർ സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസസ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉദ്യോഗജനവും അന്വേഷണാത്മക ഘടകങ്ങളും കേന്ദ്രീകരിക്കുന്നതാണ് കഥ. ദ സ്റ്റോറി ഫോക്കസസ് ഓൺ സസ്പെൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് എലമെൻറ്റ്സ്. ഉദ്യോഗജനമായ സസ്പെൻസ്. അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ. ഘടകങ്ങൾ എലമെൻറ്റ്സ്. അന്വേഷണാത്മക ഘടകങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് എലമെൻറ്റ്സ്. കേന്ദ്രീകരിക്കുക ഫോക്കസ്. കഥ സ്റ്റോറി. ദ സ്റ്റോറി ഫോക്കസസ് ഓൺ സസ്പെൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് എലമെൻറ്റ്സ്. ഉദ്യോഗജനവും അന്വേഷണാത്മക ഘടകങ്ങളും കേന്ദ്രീകരിക്കുന്നതാണ് കഥ. അവരെ വേർപെടുത്തിയ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവും വംശീയവുമായ മതിലുകളെ അകറ്റി നിർത്തുന്നതിനാണ് അത്തരം പരിപാടികൾ.
Such events are meant to remove the geographical, cultural, social, economic and racial walls that have drifted them apart. വേർപെടുത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്രിഫ്റ്റ് അപ്പാർട്ട്. അവരെ വേർപെടുത്തിയ, ഡ്രിഫ്റ്റഡ് ദം അപ്പാർട്ട്. ഭൂമിശാസ്ത്രപരമായ ജിയോഗ്രഫിക്കൽ, സാംസ്കാരികമായ കൾച്ചറൽ, സാമൂഹികമായ സോഷ്യൽ, സാമ്പത്തികമായ ഇക്കണോമിക്, വംശീയമായ റേഷ്യൽ, മതിലുകൾ വാൾസ്. മാറ്റുക റിമൂവ്. ഇവൻറ്റ്സ് പരിപാടികൾ, അത്തരം പരിപാടികൾ സച്ച് ഇവൻറ്റ്സ്. Such events are meant to remove the geographical, cultural, social, economic and racial walls that drifted them apart. അവരെ വേർപെടുത്തിയ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവും വംശീയവുമായ മതിലുകളെ അകറ്റി നിർത്തുന്നതിനാണ് അത്തരം പരിപാടികൾ. മരണം വരെ അദ്ദേഹം പൊതുരംഗത്ത് സജീവമായിരുന്നു. ഹി റിമൈൻഡ് ആക്റ്റീവ് ഇൻ ദ പബ്ലിക് സ്പിയർ അണ്ടിൽ ഹിസ് ഡെത്ത്. മരണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡെത്ത്. മരണം വരെ അണ്ടിൽ ഡെത്ത്. പൊതുരംഗം പബ്ലിക് സ്പിയർ. സജീവം ആക്റ്റീവ്. ഹി റിമൈൻഡ് ആക്റ്റീവ് ഇൻ ദ പബ്ലിക് സ്പിയർ അണ്ടിൽ ഹിസ് ഡെത്ത്. മരണം വരെ അദ്ദേഹം പൊതുരംഗത്ത് സജീവമായിരുന്നു. ജീവിതത്തിലെ പലവിധ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തും കഠിനമായി പഠിച്ചുമാണ് ഞങ്ങൾ ഇന്നത്തെ നിലയിലെത്തിയത്. വി റീച്ച്ഡ് വെയർ വി ആർ ടുഡേ ബൈ ഓവർകമ്മിങ് വേരിയസ് ഹേർഡിൽസ് ഇൻ ലൈഫ് ആൻഡ് സ്റ്റഡിങ് ഹാർഡ്. ജീവിതം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലൈഫ്. പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹേർഡിൽസ്. പലവിധ പ്രതിബന്ധങ്ങൾ വേരിയസ് ഹേർഡിൽസ്. തരണം ചെയ്യുക ഓവർകം. പഠിക്കുക സ്റ്റഡി. കഠിനമായി പഠിക്കുക സ്റ്റഡിങ് ഹാർഡ്. എത്തുക റീച്ച്. വി റീച്ച്ഡ് വെയർ വി ആർ ടുഡേ ബൈ ഓവർകമ്മിങ് വേരിയസ് ഹേർഡിൽസ് ഇൻ ലൈഫ് ആൻഡ് സ്റ്റഡിങ് ഹാർഡ്. ജീവിതത്തിലെ പലവിധ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തും കഠിനമായി പഠിച്ചുമാണ് ഞങ്ങൾ ഇന്നത്തെ നിലയിലെത്തിയത്. സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള അവളുടെ അശ്രാന്ത പരിശ്രമം ആളുകളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തി. ഹെർ റിലൻലെസ് പർസ്യൂട്ട് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ക്രിയേറ്റഡ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾസ് ലൈഫ്സ്. സാമൂഹികമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സോഷ്യൽ. നീതി ജസ്റ്റിസ്. സാമൂഹിക നീതി സോഷ്യൽ ജസ്റ്റിസ്. അശ്രാന്തമായ അല്ലെങ്കിൽ മുടക്കമില്ലാതെ അല്ലെങ്കിൽ ശമനമില്ലാതെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിലൻലെസ്. പരിശ്രമം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പർസ്യൂട്ട്. അശ്രാന്ത പരിശ്രമം റിലൻലെസ് പർസ്യൂട്ട്. ആളുകളുടെ ജീവിതത്തിൽ പീപ്പിൾസ് ലൈഫ്സ്. സ്വാധീനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇമ്പാക്റ്റ്. നല്ല സ്വാധീനം പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഹെർ റിലൻലെസ് പർസ്യൂട്ട് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ക്രിയേറ്റഡ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾസ് ലൈഫ്സ്. സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള അവളുടെ അശ്രാന്ത പരിശ്രമം ആളുകളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തി. ഈ പ്രദർശനം നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ഷോപ്പീസ് ഇവൻറ്റുകളിൽ ഒന്നാണ്. ദിസ് എക്സിബിഷൻ ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഷോപ്പീസ് ഇവൻറ്റ്സ് ഓഫ് അവർ ടൈം. പ്രദർശനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സിബിഷൻ. വലിയ ബിഗസ്റ്റ്. അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ വളരെ നല്ല ഉദാഹരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഷോപ്പീസ്. ദിസ് എക്സിബിഷൻ ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഷോപ്പീസ് ഇവൻറ്റ്സ് ഓഫ് അവർ ടൈം. ഈ പ്രദർശനം നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ഷോപ്പീസ് ഇവൻറ്റുകളിൽ ഒന്നാണ്. ഇമെയിൽ, മൊബൈൽ ഫോണുകൾ, കൊറിയർ സേവനങ്ങൾ തുടങ്ങിയതോടെ ആളുകൾ തപാൽ ഓഫീസിനെ ഇഷ്ടപ്പെടുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യാതായി. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇമെയിൽ, മൊബൈൽ ഫോൺസ് ആൻഡ് കൊറിയർ സർവീസസ്, ദ പോസ്റ്റ് ഓഫീസ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഫേവർ. സേവനങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സർവീസസ്. ആരംഭം അല്ലെങ്കിൽ തുടങ്ങൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻട്രൊഡക്ഷൻ. ആളുകൾ പീപ്പിൾ. തപാൽ ഓഫീസ് പോസ്റ്റ് ഓഫീസ്. ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയോ ചെയ്യാതാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഔട്ട് ഓഫ് ഫേവർ. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇമെയിൽ, മൊബൈൽ ഫോൺസ് ആൻഡ് കൊറിയർ സർവീസസ്, ദ പോസ്റ്റ് ഓഫീസ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഫേവർ. ഇമെയിൽ, മൊബൈൽ ഫോണുകൾ, കൊറിയർ സേവനങ്ങൾ തുടങ്ങിയതോടെ ആളുകൾ തപാൽ ഓഫീസിനെ ഇഷ്ടപ്പെടുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യാതായി. സ്വതന്ത്രമായ സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിശാലമായ അധികാരങ്ങളാണവ. These are broad powers that impede citizens' rights to free speech and expression. സ്വതന്ത്രമായ സംസാരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രീ സ്പീച്ച്. അഭിപ്രായ പ്രകടനം എക്സ്പ്രഷൻ. പൗരന്മാർ സിറ്റിസൺസ്. അവകാശങ്ങൾ റൈറ്റ്സ്. തടസ്സപ്പെടുത്തുക ഇംപീഡ്. വിശാലമായ അധികാരങ്ങൾ ബ്രോഡ് പവേഴ്സ്.
These are broad powers that impede citizens' rights to free speech and expression. സ്വതന്ത്രമായ സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിശാലമായ അധികാരങ്ങളാണവ. ഇവരുടെ മൊബൈൽ ഫോണുകളും ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് പിടിച്ചെടുത്തു. The police confiscated their mobile phones and the vehicle they were using. ഉപയോഗിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂസ്. പിടിച്ചെടുക്കുക, കോൺഫിസ്കേറ്റ്. The police confiscated their mobile phones and the vehicle they were using. ഇവരുടെ മൊബൈൽ ഫോണുകളും ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. The college was closed indefinitely due to conflict between student organizations. വിദ്യാർത്ഥി സംഘടനകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ്. സംഘർഷം, കോൺഫ്ലിക്റ്റ്. അടയ്ക്കുക, ക്ലോസ്. അനിശ്ചിതകാലത്തേക്ക്, ഇൻഡെഫിനിറ്റ്ലി. The college was closed indefinitely due to conflict between student organizations. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. ഓഫീസ് പരിസരത്ത് കുറച്ച് ദിവസത്തേക്ക് പോലീസ് സാന്നിധ്യമുണ്ടാകും. There will be a police presence on the office premises for a few days. ഓഫീസ് പരിസരം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഓഫീസ് പ്രൊമൈസ്. കുറച്ച് ദിവസത്തേക്ക്, for a few days. പോലീസ് സാന്നിധ്യം, പോലീസ് പ്രസൻസ്. There will be a police presence on the office premises for a few days. ഓഫീസ് പരിസരത്ത് കുറച്ച് ദിവസത്തേക്ക് പോലീസ് സാന്നിധ്യമുണ്ടാകും. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഒരു ജീവനക്കാരന് മർദ്ദനമേറ്റതോടെ സ്ഥിതിഗതികൾ വഷളായി. The situation escalated as an employee was beaten in the wee hours of the last Sunday. കഴിഞ്ഞ ഞായറാഴ്ച എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാസ്റ്റ് സൺഡേ. പുലർച്ചെ, ഇൻ ദ wee hours. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ, ഇൻ ദ wee hours of the last Sunday. ജീവനക്കാരൻ, എംപ്ലോയി. മർദ്ദിക്കുക, ബീറ്റ്. സ്ഥിതിഗതികൾ, സിറ്റുവേഷൻ. വഷളാകുക, എസ്കലേറ്റ്. The situation escalated as an employee was beaten in the wee hours of the last Sunday. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഒരു ജീവനക്കാരന് മർദ്ദനമേറ്റതോടെ സ്ഥിതിഗതികൾ വഷളായി. തെറ്റായ നടപടികളുമായി സഹകരിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മാനസിക പീഡനത്തിന് വിധേയനായിട്ടുണ്ട്. He has been subjected to mental torture for refusing to cooperate with the wrongdoing. തെറ്റായ നടപടികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റോങ് ഡൂയിങ്. സഹകരിക്കുക, കോഓപ്പറേറ്റ്. വിസമ്മതിക്കുക, റെഫ്യൂസ്. മാനസിക പീഡനം, മെൻ്റൽ ടോർച്ചർ. വിധേയനാകുക, സബ്ജക്റ്റ് ടു. ഹി ഹാസ് ബീൻ സബ്ജക്റ്റ് ടു മെൻ്റൽ ടോർച്ചർ ഫോർ റിഫ്യൂസിംഗ് ടു കോഓപ്പറേറ്റ് വിത്ത് ദ റോങ് ഡൂയിങ്. തെറ്റായ നടപടികളുമായി സഹകരിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മാനസിക പീഡനത്തിന് വിധേയനായിട്ടുണ്ട്. തടിമില്ലിൽ വൻ തീപിടുത്തമുണ്ടായി. എ മേജർ ഫയർ ബ്രോക്ക് ഔട്ട് അറ്റ് ദ ടിംബർ മിൽ. തടിമിൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടിംബർ മിൽ. വൻ തീപിടുത്തം, മേജർ ഫയർ. എ മേജർ ഫയർ ബ്രോക്ക് ഔട്ട് അറ്റ് ദ ടിംബർ മിൽ. തടിമില്ലിൽ വൻ തീപിടുത്തമുണ്ടായി. മൊബൈൽ കേടായതിനെ തുടർന്ന് അവൻ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു. ഹി അബാൻഡൻഡ് ഹിസ് മൊബൈൽ ഫോൺ ഡ്യൂ ടു ദ ഡിവൈസ് മാൽഫങ്ഷനിങ്. കേടാകുക അല്ലെങ്കിൽ തകരാറിലാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മാൽ ഫങ്ഷനിങ്. തുടർന്ന് അല്ലെങ്കിൽ കാരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂ ടു. ഉപേക്ഷിക്കുക, അബാൻഡൻ. ഹി അബാൻഡൻഡ് ഹിസ് മൊബൈൽ ഫോൺ ഡ്യൂ ടു ദ ഡിവൈസ് മാൽഫങ്ഷനിങ്. മൊബൈൽ തകരാറിലായതിനെ തുടർന്ന് മൊബൈൽ ഫോൺ അവൻ ഉപേക്ഷിച്ചു. 2 വാഹനങ്ങൾ കത്തിനശിച്ചു. 1 മണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. 2 vehicles were burned down in the fire and the flames were completely extinguished within an hour. കത്തി നശിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബേൺ ഡൗൺ ഇൻ ദ ഫയർ. 1 മണിക്കൂറിനുള്ളിൽ, വിതിൻ ആൻ അവർ. തീ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്ലെയിംസ്. പൂർണ്ണമായും, കംപ്ലീറ്റ്ലി. അണയ്ക്കുക, എക്സ്റ്റിങ്ക്വിഷ്. 2 vehicles were burned down in the fire and the flames were completely extinguished within an hour. 2 വാഹനങ്ങൾ കത്തി നശിച്ചു. 1 മണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. കത്തുകൾ അയക്കുക, അയൽക്കാരെ അഭിവാദ്യം ചെയ്യുക എന്നിവയെല്ലാം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. മെയിലിംഗ് ലെറ്റേഴ്സ്, ഗ്രീറ്റിംഗ് നെയ്ബേഴ്സ് ആർ ഓൾ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. കത്തുകൾ അയക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മെയിൽ ലെറ്റേഴ്സ്. അഭിവാദ്യം ചെയ്യുക, ഗ്രീറ്റ്. അയൽക്കാർ, നെയ്ബേഴ്സ്. ദൈനംദിന ജീവിതം, ഡെയിലി ലൈഫ്. ഭാഗം, പാർട്ട്. മെയിലിംഗ് ലെറ്റേഴ്സ്, ഗ്രീറ്റിംഗ് നെയ്ബേഴ്സ്
ആർ ഓൾ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. കത്തുകൾ അയക്കുക, അയൽക്കാരെ അഭിവാദ്യം ചെയ്യുക എന്നിവയെല്ലാം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. നിരവധി പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയും സാമൂഹിക പുരോഗതിക്കായി പ്രവർത്തിക്കുകയും ചെയ്തു. ഓവർകമ്മിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ്, ഹി അച്ചീവ്ഡ് എ ലോട്ട് ആൻഡ് വർക്ക് ഫോർ സൊസൈറ്റൽ ബെറ്റർമെൻറ്റ്. നിരവധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂമറസ്. പ്രതിബന്ധങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്. അതിജീവിക്കുക, ഓവർകം. കൈവരിക്കുക, അച്ചീവ്. പ്രവർത്തിക്കുക, വർക്ക്. സാമൂഹിക പുരോഗതി, സൊസൈറ്റൽ ബെറ്റർമെൻറ്റ്. പുരോഗതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബെറ്റർമെൻറ്റ്. ഓവർകമ്മിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ്, ഹി അച്ചീവ്ഡ് എ ലോട്ട് ആൻഡ് വർക്ക് ഫോർ സൊസൈറ്റൽ ബെറ്റർമെൻറ്റ്. ഞായറാഴ്ച രാത്രി നടത്താൻ നിശ്ചയിച്ചിരുന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം അവർ തടഞ്ഞു. ദേ ബ്ലോക്ക്ഡ് ദ സ്ക്രീനിങ് ഓഫ് ദ ഡോക്യുമെൻ്ററി ദാറ്റ് വാസ് ഷെഡ്യൂൾഡ് ഫോർ സൺഡേ നൈറ്റ്. ഞായറാഴ്ച രാത്രി, സൺഡേ നൈറ്റ്. നിശ്ചയിക്കുക, ഷെഡ്യൂൾ. പ്രദർശനം, സ്ക്രീനിങ്. തടയുക, ബ്ലോക്ക്. They blocked the screening of the documentary that was scheduled for Sunday night. ഞായറാഴ്ച രാത്രി നടത്താൻ നിശ്ചയിച്ചിരുന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം അവർ തടഞ്ഞു. കൊറിയർ സർവീസ് വഴി കൈമാറുന്ന വസ്തുക്കൾ തടയാനോ തുറക്കാനോ കണ്ടുകെട്ടാനോ അവർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നു. They allow officers to intercept, open or confiscate items transmitted by courier service. കൈമാറുന്ന എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാൻസ്മിറ്റ്. വസ്തുക്കൾ, ഐറ്റംസ്. തടയുക, ഇൻ്റർസെപ്റ്റ്. തുറക്കുക, ഓപ്പൺ. കണ്ടുകെട്ടുക, കോൺഫിസ്കേറ്റ്. ഉദ്യോഗസ്ഥർ, ഓഫീസേഴ്സ്. അനുവദിക്കുക, അലൗ. ദേ അലൗ ഓഫീസേഴ്സ് ടു ഇൻ്റർസെപ്റ്റ്, ഓപ്പൺ ഓർ കോൺഫിസ്കേറ്റ് ഐറ്റംസ് ട്രാൻസ്മിറ്റഡ് ബൈ കൊറിയർ സർവീസ്. കൊറിയർ സർവീസ് വഴി കൈമാറുന്ന വസ്തുക്കൾ തടയാനോ തുറക്കാനോ കണ്ടുകെട്ടാനോ അവർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നു. അന്വേഷണത്തിനിടെ പോലീസിൻ്റെ ഓരോ നീക്കങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ പ്രതിക്ക് ലഭ്യമായിരുന്നു. The accused had access to precise details of the police every move during the investigation. അന്വേഷണത്തിനിടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ. പോലീസിൻ്റെ ഓരോ നീക്കങ്ങളുടെയും, പോലീസ് എവ്രി മൂവ്. കൃത്യമായ, പ്രിസൈസ്. വിവരങ്ങൾ, ഡീറ്റെയിൽസ്. കൃത്യമായ വിവരങ്ങൾ, പ്രിസൈസ് ഡീറ്റെയിൽസ്. പ്രതി, അക്യൂസ്ഡ്. The accused had access to precise details of the police every move during the investigation. അന്വേഷണത്തിനിടെ പോലീസിൻ്റെ ഓരോ നീക്കങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ പ്രതിക്ക് ലഭ്യമായിരുന്നു. തപാൽ നൽകുന്ന സേവനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. They want to reinvigorate the postal service by widening the range of services it renders. നൽകുന്ന എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റെൻഡർ. സേവനങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സർവീസസ്. വ്യാപ്തി വർദ്ധിപ്പിക്കുക, വൈഡനിങ് ദ റേഞ്ച്. പുനരുജ്ജീവിപ്പിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റീഇൻവിഗറേറ്റ്. ആഗ്രഹിക്കുക, വാണ്ട്. ദേ വാണ്ട് ടു റീഇൻവിഗറേറ്റ് ദ പോസ്റ്റൽ സർവീസ് ബൈ വൈഡനിങ് ദ റേഞ്ച് ഓഫ് സർവീസസ് ഇറ്റ് റെൻഡേഴ്സ്. തപാൽ നൽകുന്ന സേവനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. പൊതുപരിപാടികളിൽ രാഷ്ട്രീയക്കാർക്കെതിരെ അദ്ദേഹം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി. ഹി മെയ്ഡ് ഡിഫമേറ്ററി റിമാർക്സ് അഗൈൻസ്റ്റ് പൊളിറ്റീഷ്യൻസ് അറ്റ് പബ്ലിക് ഫങ്ഷൻസ്. പൊതുപരിപാടികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പബ്ലിക് ഫങ്ഷൻസ്. രാഷ്ട്രീയക്കാർക്കെതിരെ, അഗൈൻസ്റ്റ് പൊളിറ്റീഷ്യൻസ്. അപകീർത്തികരമായ, ഡിഫമേറ്ററി. പരാമർശങ്ങൾ, റിമാർക്സ്. നടത്തുക, മേക്ക്. He made defamatory remarks against politicians at public functions. പൊതുപരിപാടികളിൽ രാഷ്ട്രീയക്കാർക്കെതിരെ അദ്ദേഹം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി. നമ്മളിതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.